മരുഭൂമിയുടെ മൗനത്തിൽ മണൽക്കാറ്റ് ആത്മാവിനെ തൊട്ടുണർത്തുന്ന നേരത്ത് നിശബ്ദത പോലും വചനമാകുന്നതായ അനുഭവത്തിൽ ഭൗതികതയുടെ ശബ്ദങ്ങൾ ഉള്ളിലൊതുക്കി 40 രാവുകളും 40 പകലുകളും അകത്തുള്ളതായ ആത്മാവിൻ്റെ സ്വരത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതാ ദൈവപുത്രൻ പിതാവാം ദൈവത്തിങ്കിലേക്ക് നോക്കി നിൽക്കുന്നു. വിശപ്പ് ശരീരത്തെ സ്പർശിച്ചപ്പോൾ പ്രാർത്ഥന ആത്മാവിന് നിറച്ചതായ നിമിഷങ്ങൾ. ക്ഷീണം വാതിൽ തട്ടിയപ്പോൾ വചനത്തിൻ്റെ ജ്വാല കത്തുന്നതായ അനുഭവങ്ങൾ. ഇവിടെ പരീക്ഷണങ്ങളുടെ നിഴലുകൾ വന്നപ്പോൾ പോലും അവനെ കീഴടക്കുവാനായി എത്തിയപ്പോൾ ദൈവപുത്രനെ സഹായിച്ചത് അകത്തുള്ളതായ ദൈവസാന്നിധ്യത്തിൻ്റെ ശക്തിയായിരുന്നു. ഈ വലിയ തപസ്സിൻ്റെ യാത്രയുടെ അതിരിൽ നാം നിൽക്കുമ്പോൾ ഒരു വലിയ ചോദ്യം നമ്മുടെ ഹൃദയങ്ങളിൽ മുഴങ്ങണം. നാം ക്ഷീണിച്ച ശരീരങ്ങളായിരുന്നു, അതോ ശുദ്ധീകരിക്കപ്പെട്ട ആത്മാക്കളായിരുന്നു? ഇനിയും ഈ തപസ്സിൻ്റെ യാത്രകളിൽ ഒന്നായി മുന്നേറിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ തൊട്ടുണർന്ന് നമുക്ക് യാത്രയാകാം. ദൈവം അനുഗ്രഹിക്കട്ടെ.